ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചിത്തിര നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ചിത്തിര നക്ഷത്രക്കാർക്ക് കാലം ഒരുവിധം അനുകൂലമായിട്ടാണ് കാണുന്നത് എങ്കിലും വർഷ മധ്യത്തോടുകൂടി, അതായത് 2025 ആണ്ട് വർഷ മധ്യത്തോടുകൂടിയൊക്കെ ആകുമ്പോൾ, ജൂൺ മാസത്തോടു ആകുമ്പോൾ ചില ചെറിയ ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വിജയപ്രതീക്ഷയോടെ കൂടി തുടങ്ങിയ പല കാര്യങ്ങൾക്കും മങ്ങൽക്കാൻ സാധ്യതയുണ്ട്. ഇണയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സഹകരണം മനസ്സ് അസ്വസ്ഥമാക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം. എന്നാൽ വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധക്കുറവുണ്ടാവും. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഒരു അലസത മനോഭാവമൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മാറ്റിയെടുക്കേണ്ടി വരും. സുതാര്യമായിട്ടുള്ള സമീപനത്താൽ അപമാനങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള സാഹചര്യം വന്നുപെടുന്നതാണ്. നിങ്ങൾ ആചാര്യ മര്യാദകളൊക്കെ പാലിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ചില രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പൂർവിക സ്വത്തിന്മേൽ അവകാശവാദവുമായിട്ടൊക്കെ ബന്ധുക്കൾ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് കോടതി വ്യവഹാരങ്ങളിലൊക്കെ പോകാനുള്ള, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള തർക്കങ്ങളിലേക്കും അത് മൂർച്ഛിക്കാനുമായിട്ടുള്ള റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്മൂലം സ്വജനങ്ങളുമായിട്ടൊക്കെ പിണങ്ങി മാറേണ്ട സാഹചര്യമൊക്കെ വരും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം മാന്യതയും ദൃഢനിശ്ചയവും പുലർത്തുവാനും സാധ്യതയുണ്ട് എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടായി വരുന്നതാണ്. നിങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുവാനായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നൊരവസ്ഥയുള്ളതാണ്. സമൂഹത്തിൽ സത്പേര് നിലനിർത്തുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരുന്നതാണ്. എല്ലാവരുമായിട്ട് രമ്യതയിലൊക്കെ കഴിയുമെങ്കിലും ഓരോരുത്തരോടും ഉള്ള ഒരു അകൽച്ച നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ചെയ്യുകയില്ല. വിധവകളായിരിക്കുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് പുനർവിവാഹത്തിന് സാധ്യതയുള്ള സമയമാണ്. നല്ലൊരു ബന്ധം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോടതി കേസുകളിലൊക്കെ അനുകൂല വിധിയുണ്ടാകുന്ന സമയമാണ്. ദീർഘയാത്രകൾ നിങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ട സാഹചര്യം ചില ചിത്തിര നക്ഷത്രങ്ങൾ കുടുംബത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കേണ്ട സാഹചര്യം ചില ചിത്തിര നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായിട്ട് കലഹിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകുന്നതാണ്. വിവേചന ബുദ്ധിയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സർവകാര്യ വിജയം വഴിയൊരുക്കും. വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായുള്ളതിനാൽ പല കഷ്ടപ്പാടുകളിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ കഷ്ടപ്പാടിൽ ദുരിതത്തിൽ നിന്നൊക്കെ മാറാനായിട്ട് വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക. അതോടൊപ്പം തന്നെ ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കേണ്ടതും അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണ പ്രീതി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുവിധം രമ്യമായി മുന്നോട്ട് പോകും. ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസിമാല, കുന്നിക്കുരു, മഞ്ചാടിക്കുരു എന്നിവ സമർപ്പിക്കുക. തൃക്കൈവെണ്ണ സമർപ്പിക്കുക. പാലഭിഷേകം നടത്തുക. ഒപ്പം തന്നെ വ്യാഴാഴ്ചയാണെങ്കിൽ തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം വിഷ്ണുക്ഷേത്രത്തിൽ നിവേദിച്ചു കഴിഞ്ഞാലും കാര്യങ്ങൾ ഒരുവിധം മംഗളമായിട്ട് മുന്നോട്ട് പോകും. ഭഗവാന്റെ കാരുണ്യത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാസം ഉണ്ടാകട്ടെ. ദോഷങ്ങളൊക്കെ മാറി നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. പുരോഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.